ഹലോ, പിന്നെ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. ഏതാ ചോദ്യം? സമയം കളയണ്ട, ഇറ്റ്സ് മീ BJR കേട്ടോ. അതായത് 512/64 എന്ത് ചെയ്യണം? ചുവടെയുള്ള ഹരണഫലങ്ങൾ കണക്കാക്കുക. റൈറ്റ് ഈച്ച് ഓഫ് ദ പ്രൊഡക്ട്സ് ബിലോ ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ പവേഴ്സ് ഡിഫറെൻറ്റ് പ്രൈംസ്. മക്കളെ, ഈ 512 നിങ്ങൾ 512/64 അല്ലേ? ഇതാണ് സാധനം. മക്കളെ, 512 നിങ്ങൾ എങ്ങനെ എഴുതണം? പ്രൈം നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ആക്കിയിട്ട്. അപ്പോൾ 2 കൊണ്ടായിരിക്കുക. രണ്ടൊക്കെ പ്രൈം നമ്പേഴ്സാണ്. 2, 3, 5 അതുപോലത്തെ. 256 ആണ്. 256 128 ഉണ്ട്. 128 വീണ്ടും 2 നമുക്ക് പോക്കാം. അത് 64 ആണ് അല്ലേ? 64 വീണ്ടും 2 32. 32 2 16. 16 2 8. 8 2 4 2 2 2 1. ഇതെന്താ ബുർജ് ഖലീഫയാണോ? അപ്പൊ ഇത്രയും വലുപ്പം ഉണ്ടല്ലേ. അപ്പൊ 1 കിട്ടുന്നവരെ ചെയ്യാം. അപ്പൊ എത്ര 2കളുണ്ടോക്ക്? 1 2 3 4 5 6 7 8 9. അപ്പൊ 512 2⁹9 എന്ന് എഴുതാം. അതുപോലെ 64 മാറ്റി 64 നമുക്ക് എന്ത് ചെയ്താം? 2 കൊണ്ട് ചെയ്യാം. 32 എഴുതാം. 32 2 16 എഴുതാം. 16 2 8 എഴുതാം. 8 2 ഒരേ പൊളി 4 എഴുതാം. 4 2 2 2 1 എഴുതാം. അപ്പൊ 64 പകരം എത്ര 2 എഴുതാം? 1 2 3 4 5 6. അപ്പൊ 64 പകരം 2�6. ഇയാൾക്ക് പകരം ഇയാൾ, ഇയാൾക്ക് പകരം ഇയാൾ, ഒരേ പൊളി. അങ്ങനെയാണെങ്കിൽ ഇതിനെങ്ങനെ മാറ്റാം ചോദിച്ചാൽ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. ഇനി പഠിച്ചവരൊക്കെ പെട്ടെന്ന് തന്നെ നമ്മുടെ ലൈവിലേക്ക് വരണം കേട്ടോ. അപ്പൊ അതാ കണ്ടോ, ഇവിടെ 2 ഇവിടെ 2 സെയിം ബേസ് ആണെങ്കിൽ സെയിം എഴുതുന്നു. ദേ ഇവിടെ 9ൽ നിന്ന് 6 കുറച്ചാൽ മതി. 9 6 കുറച്ചാൽ ആൻസർ 9 - 6. ദേ നമ്മുടെ ഉത്തരം 9 6 കുറച്ചാൽ 2�3. 2�3 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, 2 2 2 3 പ്രാവശ്യം 2 × എന്നാണ്. അപ്പൊ 2 × 2 4 × 2. ദേ നമ്മുടെ ഉത്തരം 8 സെറ്റ്. അപ്പോൾ ഈ ചോദ്യങ്ങൾ ചെയ്ത് നോക്കുക. ഈ ചോദ്യങ്ങൾ ചെയ്യുക. 5 കൊണ്ടായിരിക്കണം ഓരോന്നും ചെയ്യേണ്ടത്. കാര്യം 3125-ലും 125-ലും 5 മാത്രമേ ഉള്ളൂ. അത് വെച്ചിട്ട് ചെയ്യുക. ആൻസർ കണ്ടുപിടിച്ച് കമന്റ് സെക്ഷനിൽ ഫീഡ്ബാക്കിന്റെ കൂടെ ഇട്ടോളാം. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താഴെ ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത്. ഇറ്റ്സ് മീ BJR സൈനിങ് ഓഫ്.